പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി 2500 രൂപ വർഷയ്ക്ക് കൊടുത്തത് വർഷയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. വർഷയ്ക്കത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. സച്ചിക്ക് ഈഗോ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് തന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ചന്ദ്രയ്ക്ക് ഒരു സമാധാനമില്ല. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കട ഇട്ടേക്കുന്നത്. മറ്റുള്ളവർ ആരാ വലിയ നിൻ്റെ ഭാര്യയുടെ ആൾക്കാർ അച്ഛനും അമ്മയും വരുമ്പോഴും ശ്രുതിയുടെ അച്ഛനും അമ്മയും വരുമ്പോഴും ശ്രുതിക്ക് അമ്മയില്ലല്ലോ വരുമ്പോഴും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കടയിട്ടേക്കുന്നത് വളരെ നാണക്കേടാണ്. അത് പോയിട്ട് ചെറിയൊരു കടയാണ്. സാധാരണ നല്ലൊരു വലിയ ഫാൻസി കടയോ അതൊക്കെ ആണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് ചെറിയൊരു പൂക്കട വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കുന്നത് അത് ഒരു കാരണവശാലും എനിക്കിഷ്ടമില്ലാത്ത അതിനെങ്ങനെയെങ്കിലും പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നു. വർഷമാണെങ്കിൽ ശ്രീകാന്തിനോട് പറഞ്ഞത്, ശ്രീകാന്ത് നീ ശ്രദ്ധിച്ചോ, അതായത് എൻ്റെ ഏട്ടന് ഭയങ്കര ഈഗോ ആണ്. ഞാൻ രേവതി ചേച്ചിക്ക് 2000 രൂപ കൊടുത്തത് എൻ്റെ ചേച്ചിക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈഗോ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് 2500 രൂപയായിട്ട് തിരിച്ചു തന്നത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നു, അങ്ങനെയൊന്നും അല്ല വർഷേ, നിനക്ക് തോന്നുന്ന നിൻ്റെ തലയിൽ എന്താണ് കളിമണ്ണാണോ? ഇത് നീ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ലേ നിനക്കിങ്ങനെ? ഇല്ല ശ്രീകാന്ത്, ഇതെനിക്ക് മനഃപൂർവ്വം അദ്ദേഹം തന്നത് തന്നെയാണ്. ഞാൻ ചേച്ചിക്ക് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം എനിക്ക് മനഃപൂർവ്വം ഈ 2500 രൂപയായിട്ട് തിരിച്ചു തന്നെയാണ്. അതിന് ഏതൊരു സംശയം, അദ്ദേഹത്തിന് ഈഗോ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കട ഇട്ട് കൊടുത്തത്. സ്വന്തമായിട്ട് രേവതി ചേച്ചിയുടെ ഒട്ടും സ്നേഹമില്ലാത്ത മനുഷ്യനാണെന്നൊക്കെയാണ് നമ്മുടെ വർഷ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ രേവതിയോട് വലിയ സ്നേഹമാണ്. അവർക്ക് വളരെയധികം ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാ കാര്യത്തിലും. പക്ഷേ നമ്മുടെ ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും ഈ കട ഇവിടെ നിന്ന് മാറ്റണം. ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്ത് നമുക്ക് ഈ കട ഇവിടെ വേണ്ട, ഈ അമ്മ ഏതൊരു ജോലിക്കും അന്തസ്സുണ്ട്, ഇത് നല്ലൊരു ജോലിയാണ്, അതുകൊണ്ട് അമ്മ ഇതൊന്നും പറയാൻ വേണ്ടി വരേന്ന്, നീയാണല്ലോ എനിക്ക് എന്നും പൂരി മസാല ഉണ്ടാക്കി തരുന്നത്, ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കണക്ക് നോക്കുന്നുണ്ട്. കണക്ക് നോക്കിയപ്പോൾ അതിൽ ഒരു 600 രൂപയാണ് എക്സ്ട്രാ ആയിട്ട് അവർക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോഴത്തേക്കും പറയുന്നത്, ഇല്ല, എനിക്ക് ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ 600 രൂപ ലാഭം കിട്ടി. ലക്ഷ്മി പറയുന്ന, മോളെ നിൻ്റെ ഭാഗ്യമാണ് സച്ചി, എൻ്റെ മരുമോൻ നല്ലൊരു മരുമോനാണ് നിനക്ക്. അപ്പോഴും രേവതിയുടെ കൂട്ടുകാരികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരും പറയുന്നു, രേവതി നീ ഭാഗ്യമുള്ളവളാണ്, നിൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, നീ കണ്ടില്ലേ നിനക്ക് കട ഇട്ട് തന്നത്, അപ്പോൾ നിനക്ക് സ്വന്തമായിട്ട് ഇനി അധ്വാനിക്കാമല്ലോ, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കണക്കുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2-3 കണക്കുകളൊന്നും ശരിയാവുന്നില്ല. അതെന്താണെന്ന് നോക്കി അങ്ങനെ നോക്കിയപ്പോഴാണ് പറഞ്ഞത്, സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പൂ എടുക്കാൻ വേണ്ടി പോയതിൻ്റെ ചാർജൊന്നും ഇതിൽ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ 600 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. ഇത് കേട്ടും കൊണ്ട് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലവണ്ണം രേവതി, ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ നിനക്ക് 600 രൂപ കിട്ടിയല്ലോ, ചന്ദ്രമതിയെ കണ്ടപ്പോഴും പറഞ്ഞതാണ് കേട്ടോ. രേവതിയോട് സച്ചി പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്ക്, നാളെ രാവിലെ എണീക്കാനുള്ളതല്ല. അപ്പോൾ പറഞ്ഞ് 3 മണിക്കെങ്കിലും എണീക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെയാണ് പൂ എടുക്കാൻ പോകണം, ബാക്കിയുള്ള കാര്യം വീട്ടിലെ കാര്യമൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതൊക്കെ അവരവർ ചെയ്യും, നീ നിൻ്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. അതങ്ങനെയല്ല സച്ചി കേട്ടാന്ന് പറയാം. അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്, നീ അങ്ങനെ ചെയ്താൽ. അപ്പോഴും നാളെ രാവിലെ എനിക്ക് പൂ എടുക്കാൻ പോകണമല്ലോ. അപ്പോഴും നീ പൂ എടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് പറഞ്ഞ്, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, സച്ചേട്ടനും കൂടെ, എങ്കിൽ പിന്നെ ഞാൻ കൂടെ വരാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ശരത്തിനെയോ ആരെങ്കിലും വിളിച്ചോണം, വേണ്ട ഞാൻ തന്നെ വരാം, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുന്നു. ഇന്നലെ രാത്രി വരെ എനിക്ക് ഒരേ കാര്യമായിരുന്നു, അതായത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു 2 പേർക്ക് ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമമൊക്കെ എനിക്കിപ്പം മാറിക്കിട്ടിയെന്ന് രേവതി പറഞ്ഞു. രേവതി ഇന്നും വളരെയധികം സന്തോഷവതിയാണ്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇന്നത്തെ കച്ചവടം എങ്ങനെയുണ്ടാകുന്നു? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നു, കച്ചവടം അടിച്ച് പൊളിച്ചു അച്ഛൻ്റെ കൈനീട്ടതല്ലേ ആദ്യം വാങ്ങിയത്, പക്ഷേ ഇന്ന് 600 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി 2-3 കടകളും ഇടണം, അവിടെ സ്റ്റാഫിനെ ഇരുത്തണം, ഇങ്ങനെയൊക്കെയാണ് അവർ നന്നായി വരും മോനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ സച്ചിൻ്റെ രേവതിയായിട്ട് പൂ എടുക്കാൻ വേണ്ടി പോയി.
ഈ സമയം രാവിലെ നമ്മുടെ ചന്ദ്രമതി എണീറ്റ് വരികയാണ്. സാധാരണ ചന്ദ്രമതിയുടെ അടുത്ത് ചായ കൊണ്ടെത്തിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ഇത്രയും സമയമായിട്ട് ചായ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് എഴുതി വന്നു രേവതി എന്ന്. അപ്പോൾ രേവതി എന്തിനാണ് വിളിക്കുന്നത്? രേവതി ഇവിടെ ഇല്ല. രേവതി പൂ എടുക്കാൻ പോയി. അതെ. അപ്പോൾ ഇന്നത്തെ ചായ, നീ ചായ ഉണ്ടാക്കണം, നീയല്ലേ ഈ മരുമക്കൾ വരുന്നതിന് മുമ്പ് ചായ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നീ എന്നെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ചന്ദ്രേട്ടാ, അത് ഇനി ഒന്നേന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ ഒരുപാട് വഴക്കെന്ന് പറഞ്ഞാൽ ചന്ദ്രയ്ക്ക് ചായ ഇടാൻ അറിയില്ല, എല്ലാ കാര്യങ്ങൾക്കും ഇനി രേവതിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഇതായതുകൊണ്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ തന്നെ ചെയ്യണം ഇവിടുത്തെ ജോലി, നിനക്കല്ലേ ഇവിടെ പുറത്ത് ജോലിയൊന്നും ഇല്ലാത്ത, അപ്പോൾ നീ തന്നെ. ഇത് കേട്ട് നമ്മൾ ചന്ദ്ര ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ.